ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പോൾ ഇന്ന് ഞങ്ങളൊരു യാത്ര പോകട്ടോ. എങ്ങോട്ടാണെന്നറിയോ? പറയാം. ഞാൻ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോയിക്കൊണ്ടിരിക്കുക കേട്ടോ. ട്രെയിന് പെട്ടെന്നാണ് വന്നത്. ഞങ്ങൾ 4:30 ട്രെയിൻ 40 ട്രെയിൻ 30 അവിടെ നിന്ന് ഇറങ്ങിയത്. അപ്പോൾ എത്തിയ പാടെ തന്നെ ട്രെയിൻ വന്നു. പെട്ടെന്നായിരുന്നു. അപ്പോൾ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല. ട്രെയിൻ നല്ല തിരക്കുണ്ടായിരുന്നു. അപ്പോൾ അല്ലൂസിന് ഭയങ്കര പേടിയാണെന്ന് പറഞ്ഞ് ഉപ്പച്ചിനെ പിടിച്ചൊക്കെ നിൽക്കുകയായിരുന്നു. പിന്നീട് ഞങ്ങൾ കോഴിക്കോട് എത്തി. ഞങ്ങൾ കോഴിക്കാട്ടാ പോയത്, സംസ്കൃതിക്കാട്ടാ പോയിരുന്നു. പെട്ടെന്ന് ഉണ്ടായത് കേട്ടോ. ഒക്കെ വന്ന് വിളിച്ചത് പിന്നെ ഒന്നും നോക്കില്ല, വേഗം കണ്ട് പെടഞ്ഞ് നീച്ച് പോകുന്നു, അത്ര തന്നെ. അതുകൊണ്ട് ഞാൻ മുട്ടായിത്തെരുവ് റെയിൽവേ സ്റ്റേഷനിൽ എത്തി കേട്ടോ. റെയിൽവേ സ്റ്റേഷനിൽ എത്തിയതാണ്, നടന്നുകൊണ്ടിരിക്കുകയാണ്. അല്ലൂസ് ഇങ്ങനെ നോക്കുന്നു. ഞങ്ങൾ വന്ന് ട്രെയിനതാട്ടോ പോയിക്കൊണ്ടിരിക്കുക കേട്ടോ. അങ്ങനെ ഞങ്ങളുടെ എത്തി. അല്ലൂസ് ഉപ്പച്ചിൻ്റെ കൈയും പിടിച്ച് നടന്നുകൊണ്ടിരിക്കുകയാണ്. എസ്കലേറ്ററിലൊക്കെ കയറി. അല്ലൂസിന് ഭയങ്കര ഇഷ്ടമാട്ടോ എസ്കലേറ്ററിലൊക്കെ കയറി ഇറങ്ങി കളിക്കാനൊക്കെ. അന്ന് ഞങ്ങൾ ലുലു മാളിൽ പോയപ്പോൾ തന്നെ ഒരുപാട് തവണ കയറി ഇറങ്ങി കളിച്ചിട്ടുണ്ട്. അവർ ഒരുപാട് തവണ കയറി ഇറങ്ങി ഭയങ്കര ഇഷ്ടമാണ് അവർക്ക് കളിക്കാൻ, അതിൽ കയറി ഇറങ്ങി കളിക്കാനൊക്കെ. അങ്ങനെ ഞങ്ങളുടെ ഫൈനലി റെയിൽവേ സ്റ്റേഷന് പുറത്തെത്തി കേട്ടോ. സ്റ്റേഷന് പുറത്തെത്തി. ഭയങ്കര പണി നടക്കുന്നതുകൊണ്ട് ഓട്ടോറിക്ഷ ഒക്കെ പുറത്തോട്ടായിട്ടോ സ്റ്റാൻഡ് ഉള്ളത്. അപ്പോൾ നല്ല ബ്ലോക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അവിടെ റെയിൽവേയിൽ എന്തൊക്കെയോ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്താ അല്ലൂസ് യാത്ര പോകല്ലേ, ഭയങ്കര എനർജറ്റിക് ആയിട്ട് ഓടിക്കൊണ്ടിരിക്കുകയാണ്. ആരും ആവശ്യമൊക്കെ കഴിഞ്ഞിട്ടില്ലാതെ ഫൈനലി ഞങ്ങൾ മിഠായിത്തെരുവിൽ എത്തി കേട്ടോ. കച്ചവടക്കാരൊക്കെ ഉണ്ട്, ചെരുപ്പ് ബാഗൊക്കെ തുടങ്ങിയിട്ടുണ്ട്, ഹൽവ ഒക്കെ ഉണ്ട് കേട്ടോ അവിടെ. അങ്ങനെ കുറേ കാലത്തിന് ശേഷം കേട്ടോ അവിടേക്ക് പോകുന്നത്. ഒരുപാട് മാറ്റങ്ങളുണ്ടെന്ന് തോന്നിയിട്ടാണ്. കുറേ ആയി സംസ്കൃതിക്കോട്ട് പോയിട്ട്. അത് ഞങ്ങളവിടെ ചുറ്റുപാടൊക്കെ നിരീക്ഷിച്ച് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുക കേട്ടോ. തിരക്ക് കുറവാണ്, എന്നാലും കുഴപ്പമൊന്നുമില്ല. വൈകുന്നേരമായിട്ടുണ്ട്. 5:30 ആ സമയത്താണ് ഞങ്ങളവിടെ എത്തിയിട്ട് തന്നെ. സാധനങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ ഞങ്ങൾ അല്ലൂസ് കൈയൊക്കെ പിടിക്കാതെ നടന്ന് ഒറ്റയ്ക്ക് വലിയ ആളെ മാറ്റി പോകുന്നുണ്ട് കേട്ടോ. കൈയൊന്നും പിടിച്ചിട്ടില്ല, നേരെ പോയിക്കൊണ്ടിരിക്കുക. ഇതെല്ലാം അറിയുന്ന പോലെ നടത്തും. ഉപ്പച്ചിൻ്റെ കൈ പിടിച്ച് പോകും. പിന്നെ ഉപ്പച്ചിൻ്റെ കൈ പിടിച്ചിട്ടാ. കൈ പിടിച്ചപ്പോൾ അപ്പുറത്തുണ്ടൊരു കളിപ്പാട്ടം വെക്കുന്ന ഒരാളെ കണ്ടു. അവൾ കുറച്ച് നേരത്തിന് വരെ ആ കളിപ്പാട്ടം തന്നെ നോക്കിയിരുന്നു കേട്ടോ. നോമ്പോ പെരുന്നാളൊക്കെ ആയില്ലേ, അപ്പോൾ ഒരുപാട് പുതിയ സാധനങ്ങളൊക്കെ ലോഡ് വന്ന് ഇറക്കണുണ്ട് കേട്ടോ അവിടെ. അതൊക്കെ കാണുന്നുണ്ട്. ഒരുപാട് സാധനങ്ങൾ വന്ന് ലോഡ് ഇറക്കിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ ആ അറ്റത്ത് പോയി ഇരുന്നു. അവിടെ ഇരുന്നിട്ട് കുറച്ച് നേരം പിണങ്ങി നിൽക്കാട്ടോ അല്ലൂസ്. എന്താണെന്ന് വെച്ചാൽ അവൾക്ക് ഇരിക്കാൻ സീറ്റ് കൊടുത്തില്ല. ഉള്ള 2 സീറ്റും ഞാനും അവളെ ഒപ്പിച്ച് ഇരുന്നിട്ടോ. അതിന് പിണങ്ങിയിരുന്നു. അങ്ങനെ ഫൈനലി ഞാൻ എന്താക്കി മാറിക്കൊടുത്ത് അവിടെ ഇരിക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ അവൾക്ക് സമാധാനമായി, സന്തോഷമായി, കളിച്ചിരി ഹാപ്പിയൊക്കെ ആയിട്ടോ. കൈ പിടിച്ച് ഇറങ്ങാൻ വേണ്ടിയിട്ട് പറയുന്ന ആളെ ഇറങ്ങി. ഒരുപാട് നേരം അവിടെ കളിച്ചിട്ടുണ്ട് കേട്ടോ അവൾ. അങ്ങനെ അല്ലൂസ് കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവളെ ഷൂ ഒന്ന് അഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അവളെ ഉപ്പച്ച ശരിയാക്കി കൊടുത്തിട്ടുണ്ട്. ഷൂ അഴിഞ്ഞ് വന്നപ്പോൾ ഉപ്പച്ചൻ്റെ അടുത്തൊക്കെ പോയത്. പിന്നെ ബാങ്കൊക്കെ കൊടുത്തപ്പോൾ കളിച്ചിട്ട് വെള്ളം കൊണ്ടുവന്ന് അവൾക്കൊരു പേപ്പർ ഐസ് മേടിച്ച് കൊടുത്തിട്ടാണ്. എനിക്കിതെല്ലാം കണ്ട പറഞ്ഞിട്ടുണ്ട്. പിന്നെ അവളെ ഉപ്പച്ച് പറഞ്ഞതിനനുസരിച്ച് എനിക്കൊന്ന് തന്നിട്ടാണ്. ഇങ്ങനെ നേരെ ഒരുപാടായിട്ട് ഞങ്ങളുണ്ടാക്കി വൈകുന്നേരം വീണ്ടും കിടക്കുന്ന സമയമായതുകൊണ്ട് ഞങ്ങൾ സന്തോഷ കഴിക്കാൻ വെച്ചിട്ട് നേരെ പെട്ടെന്ന് പിന്നെ നേരെ മുന്നോട്ട് ഇങ്ങനെ നടന്നു പോയിട്ട് അവിടെ ഉണ്ട് നല്ല കട്ടിദോശ നല്ല അടിപൊളി ദോശയാണ് ഉള്ളത്. പൊന്നിട്ടും ഉഴുന്നതും ദോശയും ഒക്കെ ഉണ്ട് കേട്ടോ. നല്ല ടേസ്റ്റ് ആയിരുന്നു. അങ്ങനെ ഞാൻ ഓരോ പ്ലേറ്റ് കഴിച്ചു. അങ്ങനെ ഞങ്ങൾ വീട്ടിലേക്ക് തിരിച്ചു പോകാൻ വേണ്ടി റെയിൽവേ സ്റ്റേഷനിലേക്ക് നടന്നുകൊണ്ടിരിക്കട്ടെ കാണുന്നത്. അത്രയും നേരം നല്ലപോലെ ഇരുന്ന അല്ലൂസ് പെട്ടെന്ന് അങ്ങോട്ട് ഉറങ്ങിയിട്ടാണ്. അങ്ങനെ സ്റ്റേഷനിൽ തന്നെ മുന്നേ തന്നെ അല്ലൂസ് ഉറങ്ങിയിട്ടുണ്ട് കേട്ടോ. അല്ലൂസ് ഉറങ്ങി. ഇക്കാട്ടോ അവൾ എടുത്തിട്ടുണ്ടായിരുന്നത്. ഞങ്ങൾ 7:55 ട്രെയിനായിട്ട് തിരിച്ച് വരാനുള്ളത്. അത് പെട്ടെന്ന് പോയി. റെയിൽവേ സ്റ്റേഷനിൽ എത്താനായിട്ടുണ്ട് കേട്ടോ.
അങ്ങനെ ഇതാ ഫൈനലി ഞങ്ങളിതാ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ടോ. റെയിൽവേ സ്റ്റേഷനിൽ എത്തിയപ്പോൾ തന്നെ നല്ല ദിവസം ഉറങ്ങിയിട്ടുണ്ട് കേട്ടോ. നല്ല ഉറക്കത്തിലാണ്. ഉച്ചക്ക് ഉറങ്ങിയിട്ടില്ല, അതുകൊണ്ടാണ് നേരത്തെ ഉറങ്ങിയിട്ടുള്ളത് കേട്ടോ. അതാ ഞങ്ങളിതാ ടിക്കറ്റൊക്കെ എടുത്തിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ട്രെയിൻ പെട്ടെന്നായിരുന്നു വന്നത്, ശ്രദ്ധിച്ചില്ല. മോള് ഉറങ്ങുന്നതുകൊണ്ട് അവളെ നോക്കിയിരുന്നപ്പോൾ ട്രെയിൻ അനൗൺസ് ചെയ്ത പാടത്തന്നെ എത്തിയിട്ടുണ്ടായിരുന്നു. ട്രെയിൻ അങ്ങനെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. ട്രെയിൻ വന്നതിന് ശേഷം അല്ലൂസ് നല്ല എനർജറ്റിക്കായിട്ട് അടിപൊളിയായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി കളിക്കലും നടക്കലൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പെട്ടെന്ന് എവിടുന്ന് എണീച്ചേന്നാവും, നല്ല ഉറക്കമായിരുന്നു. ഉറക്കം കണ്ടപ്പോൾ ഇപ്പോൾ അടുത്ത കാലത്തൊന്നും എണീക്കില്ലാന്ന് തോന്നി, പക്ഷെ പെട്ടെന്ന് അവൾ എണീച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല കളിയായിരുന്നു ട്രെയിനിലൊക്കെ. ഞങ്ങൾ നല്ലൊരു ഒഴിഞ്ഞ സ്ഥലത്ത് പോയി ഇരിക്കാൻ വേണ്ടിയിട്ട് പോവാട്ടോ. അങ്ങനെ ഗേസ് ട്രെയിനിൽ നല്ല ആക്റ്റീവായിട്ട് നടക്കുന്ന നമ്മൾ അല്ലൂസിനെ കണ്ടില്ല. ഭയങ്കര ആക്റ്റീവായിട്ട് ഉപ്പച്ചിൻ്റെ കൈയും പിടിച്ച് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അല്ലാതെ തന്നെ ഒറ്റക്കായിട്ട് നടക്കുന്നുണ്ട്. മെമ്മോ ട്രെയിനായിരുന്നു കേട്ടോ. കണ്ണൂർ ഷൊർണൂർ മെമ്മോ ട്രെയിനിലായിട്ട് ഞങ്ങൾ വന്നിട്ട് തിരിച്ചു വന്നത്. ഞങ്ങൾ പരപ്പനങ്ങാടിക്ക് ടിക്കറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ പോയി ഞങ്ങളിവിടെ ഈ ഭാഗത്തായിട്ടൊക്കെ ഇരുന്നിട്ടുള്ളത്. പിന്നെ ട്രെയിൻ എടുക്കാൻ കുറച്ച് നേരം വൈകി, അതുവരെയും കുറച്ച് നേരം നിർത്തിയിട്ടപ്പോൾ ഉള്ള കളിയാട്ട അല്ലൂസിൻ്റെ. അങ്ങനെ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ഇതാ വണ്ടി മൂവ് ചെയ്യാൻ തുടങ്ങിയിട്ടാണ്. മൂവ് ചെയ്തു. പിന്നെ കല്ലായി സ്റ്റേഷൻ. അങ്ങനെ അടുത്ത് കല്ലായി സ്റ്റേഷനാട്ടോ. സ്റ്റേഷനൊക്കെ കഴിഞ്ഞു, ഞങ്ങളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അല്ലൂസ് ഇതാ ഉറക്കത്തിൽ നിന്ന് പെട്ടെന്ന് എണീച്ചിട്ടോ. പിന്നെ ഉറങ്ങിയാൽ ചെയ്തില്ല, വീട്ടിലെത്തിയതിൻ്റെ ശേഷം ഉറങ്ങിയിട്ടുണ്ട്. അങ്ങനെ ട്രെയിനിൽ എല്ലാ സ്റ്റോപ്പിലും എല്ലാ സ്റ്റേഷനിലും സ്റ്റോപ്പ് ഉണ്ട് കേട്ടോ. അതാ ഫറോക്കുണ്ട്, കടലുണ്ടിയുണ്ട്, പരപ്പനങ്ങാടി ഉണ്ട്, വള്ളിക്കുന്നുണ്ട്, എല്ലായിടത്തും ഉണ്ട് കേട്ടോ. ഞങ്ങൾ അല്ലൂസ് ഓരോന്ന് ചൂണ്ടിക്കാട്ടി കൊടുക്കുക കേട്ടോ ഉപ്പച്ചിക്ക്. ഇതെന്താന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. എങ്ങനെ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഞങ്ങൾ ഫറോക്ക് പാലം എത്തിയിട്ടുണ്ട്. അത് ഫറോക്ക് പാലാണ്, റീ ഓപ്പൺ ചെയ്തതാണ് കേട്ടോ. നല്ല ഭംഗിയുണ്ട് കേട്ടോ. ലൈറ്റൊക്കെ വെച്ചിട്ട് രാത്രി ആകുമ്പോൾ നല്ല ഭംഗിയുണ്ട് കാണാൻ. നല്ല ലൈറ്റ് കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല അടിപൊളിയാണ്. ഇത് ഫറോക്ക് എത്തി. ഫറോക്ക് ഞങ്ങളിങ്ങനെ പോയി പരപ്പനങ്ങാടി എത്താനായിട്ടത് ഞങ്ങളിതാ പരപ്പനങ്ങാടി എത്തിയിട്ടുണ്ട് കേട്ടോ. നേരെ കറക്റ്റ് ഞങ്ങളെ വണ്ടി നിർത്തി നേരെ തന്നെ ഞങ്ങളെ നിർത്തി തന്നു കേട്ടോ. ട്രെയിൻ നിർത്തി തന്നതല്ല, നിർത്തിയത് എങ്ങനെയോ ഭാഗ്യവശാൽ നേരെ തന്നെ ആയി. നേരെ സ്റ്റെപ്പ് ഇറങ്ങി പോയത് വണ്ടി നിർത്തി വെച്ച് കൊടുത്തതായിരുന്നു. അതാ ഞങ്ങൾ വന്ന ട്രെയിനാട്ടോ പോകുന്നത്. തറ്റ ബൈബൈയൊക്കെ കൊടുത്തു. ഞങ്ങളിതാ ബൈക്കിൻ്റെ അടുത്തേക്ക് വന്നു. അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ വിശേഷങ്ങൾ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. സപ്പോർട്ട് ചെയ്യാൻ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കില്ല കേട്ടോ. അപ്പോൾ ഓക്കെ, ബൈ ബൈ.